ഹായ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മാങ്ങച്ചാർ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞത്, ഉലുവ, കടുക്, കായം, വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്. കായത്തിന് പകരം കായപ്പൊടി ചേർത്താലും മതി. പിന്നെ കാശ്മീരി മുളക് പൊടി. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അച്ചാറാണ്, എന്നാൽ വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉലുവയും കടുകിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. രുചികരമായ സിമ്പിൾ റെസിപ്പിക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ ചുവന്ന മുളക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കായോ കായപ്പൊടി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരുപാടാവരുത്, കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ആ മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ നല്ലെണ്ണ ചൂടാവാൻ വേണ്ടി നിൽക്കൊന്നും വേണ്ട. അതിലേക്ക് നമുക്ക് ആ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂക്കണം. ആവശ്യത്തിനനുസരിച്ചുള്ള മസാല ഇട്ട് കൊടുക്കാം. ഒരു വല്ലാതെ കരിയും ചെയ്യരുത്. ഒരു പാകത്തെ മൂപ്പിൽ നമുക്ക് കിട്ടണം. പിന്നെ ഉപ്പ് ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന തരത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഇനി വിനീഗർ വേണ്ട എന്നുള്ളവർ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.